السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽ ബയാൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മൾ ഫിഖ്ഹിൽ നമ്മൾ പറഞ്ഞിരുന്നത് നിസ്കാരത്തിൻ്റെ ഫർളുകളാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഫാത്തിഹ ഓതുന്നടക്കം നമ്മൾ പറഞ്ഞു. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും ഫാത്തിഹിൻ്റെയും ഇടയിലുള്ള ഏതാനും ചില സുന്നത്തുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സുന്ന ബഅദ തഹറുമിൻ ഇഫ്തിതാഹുൻ, ദുആ ഇഫ്തിതാഹിൻ. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പായിട്ട് ദുആ ഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു എന്ന് പറയും. അത് ഓതൽ എന്താണ്? സുന്നത്താകുന്നു. ഇത് ഓതണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇമാമ് അല്ലെങ്കിൽ മഅ്മൂമ് അല്ലെങ്കിൽ മുൻഫരിദ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന് അല്ലെങ്കിൽ മഅ്മൂമ് ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ മുഴുവനായി കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വജ്ജഹ്തു ഓതിയാൽ മതി. ഉദാഹരണത്തിന് ഇമാം അവിടെ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ ഇമാമിനോട് കൂടെ ഫാത്തിഹ മുഴുവനായി കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വജ്ജഹ്തു ഓതിയാൽ മതി. അന്ന് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വജ്ജഹ്തു ഓതി കയ്യിലോടുകൂടെ ഇമാം റുക്കുവിലേക്ക് പോയാൽ വീണ്ടും നമ്മൾ ഫാത്തിഹ ഓതേണ്ടി വരും. കാരണം വജ്ജഹത്തുവിന് ഉപയോഗിച്ച അത്രയും സമയം ഫാത്തിഹയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടേ നമുക്ക് റുക്കു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഇമാമിൻ്റെ കൂടെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ഇമാമ് തക്ബീർ കെട്ടി ഉടനെ തന്നെ തക്ബീർ കെട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വജ്ജഹത്ത് ഓതാനുള്ള സമയം കിട്ടും. അവസാനത്തിലൊക്കെയാണ് തക്ബീർ കെട്ടുന്നുണ്ടെങ്കിൽ വജ്ജഹത്ത് ഓതാനുള്ള സമയം ഉണ്ടാവില്ല. ഫാത്തിഹ ചിലപ്പോൾ മുഴുവനാക്കാൻ സമയം ഉണ്ടായിക്കോളണം എന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു, മസ്ബൂഖാണെന്നുണ്ടെങ്കിൽ ഫാത്തിഹ മുഴുവനാക്കേണ്ട ആവശ്യമില്ല. പകുതിയായി അല്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ഇമാം റുക്കുവിലേക്ക് കൂടെ പോയാൽ മതി. കാരണം ഇമാമ് ഇവൻ്റെ ഫാത്തിഹ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യം തന്നെ വജ്ജഹത്ത് ഓതി തുടങ്ങി പിന്നെ ഇമാമ് റുക്കുവിലേക്ക് പോയാൽ ഇവന് വീണ്ടും ഫാത്തിഹ ഓതേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇമാമിനോട് കൂടെ ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വജ്ജഹത്ത് ഓതിയാൽ മതി മഅ്മൂമ്. ഇനി രണ്ട് ഇതിലുള്ളത്, ഒന്ന് എന്താണ്, അഊദു അല്ലെങ്കിൽ ഖിറാഅത്ത് ഓതി തുടങ്ങിയിട്ടില്ലെങ്കിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തുണ്ടാവുകയുള്ളൂ. ഓൻ തക്ബീർ കെട്ടി ഉടനെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മറന്നാണ്ട് ചെല്ലുന്നൊക്കെ, എന്നാലും വജ്ജഹത്തുവിൻ്റെ സ്കോപ്പ് പോയി, വജ്ജഹത്തുവിൻ്റെ ഓപ്ഷൻ അവിടെ പോയി. അല്ലെങ്കിൽ എന്ത് ചെയ്തു, നേരത്തെ തന്നെ ഖിറാഅത്ത് തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ എന്ത് ചെയ്യുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ തുടങ്ങി, അപ്പോഴാണ് ഓർമ്മ വജ്ജഹത്ത് ഓതിയില്ലല്ലോ, പിന്നെ വജ്ജഹത്ത് തലക്കുന്ന ഓതേണ്ട ആവശ്യം ഇല്ല, അല്ലെങ്കിൽ സുന്നത്തില്ല. അപ്പോൾ അഊദു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ബിസ്മിയ ഓതിയാൽ പിന്നെ ആ വജ്ജഹത്തു ഓപ്ഷൻ എന്ത് ചെയ്ത് മിസ്സാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, മഅ്മൂമാണെന്നുണ്ടെങ്കിൽ ഇമാമ് മറ്റേതെങ്കിലും എഴുത്തിദാലിലാണ്, മറ്റേതെങ്കിലും റുക്കുനുകളിലാണ്, എഴുത്തിദാലിലോ റുക്കുയിലോ അല്ലെങ്കിൽ സുജൂദിലൊക്കെയാണെന്നൊക്കെ, ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമാമിനോടൊപ്പം ചേരാൻ വേണ്ടി തക്ബീർ കെട്ടുന്നത്. തക്ബീർ കെട്ടിയാൽ നേരെ ഇമാമുള്ള ആ ഒരു റുക്കിനിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അവിടെ വജ്ജഹത്തു ഓതാനും പാടില്ല. അപ്പോൾ അവിടെ വജ്ജഹത്ത് ഓതിയാൽ അത് അവിടെയും സുന്നത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ വജ്ജഹത്തു നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നത് ഫർദ് നിസ്കാരങ്ങളിൽ, അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്ത് ഓതൽ എന്താണ് സുന്നത്താകുന്നു. ജനാസ നിസ്കാരത്തിലില്ലാത്ത മറ്റു നിസ്കാരങ്ങളിലൊക്കെ വജ്ജഹത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ജനാസ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തില്ല. കാരണം ജനാസ നിസ്കാരം പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാനുള്ളതായത് കൊണ്ട് വജ്ജഹത്ത് ഓതലില്ല. വെറും എന്തിനാണ് ഫാത്തിഹ മാത്രം ഓതുക, അങ്ങനെ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾക്ക് സംശയം, ഞാൻ വജ്ജഹത്ത് ഓതിയാൽ പിന്നെ എന്തിനത് ഇമാമിൻ്റെ കൂടെ എന്തിനത് ഫാത്തിഹ ഓതിയാൻ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതിയാൽ പിന്നെ ഫാത്തിഹ ഓതാനുള്ള സമയം ഉണ്ടാവുള്ളൂ, സൂറത്ത് ഓതാനുള്ള സമയം കിട്ടൂല. വജ്ജഹത്ത് ഒഴിവാക്കിയാലോ ഫാത്തിഹ ഓത സൂറത്ത് ഓത. അപ്പോൾ വജ്ജഹത്തു ആണോ അതോ സൂറത്തിനെയാണോ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ഇവിടെ എന്തിനത് സൂറത്ത് കിട്ടൂല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും വജ്ജഹത്തു എന്നാൽ ദുആ ഉൽ ഇഫ്തിതാഹാണ് കൊണ്ടുവരേണ്ടത്. കാരണം നമുക്ക് തോന്നുകയാണെങ്കിൽ ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടും, പക്ഷേ അതിനുശേഷം സൂറത്ത് ഓതാനുള്ള സമയം കിട്ടിക്കോളം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് വജ്ജഹത്ത് ഒഴിവാക്കുക, എന്നിട്ട് ഫാത്തിഹയും വേറെ സൂറത്തും ഓതാം. അതാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സൂറത്ത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, വജ്ജഹത്ത് ഓതുക ഇപ്പോൾ പിന്നെ ഫാത്തിഹ ഓതുക, അതാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ വജ്ജഹത്ത് ഓതുക പിന്നെ ഫാത്തിഹ ഓതുക. സൂറത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒഴിവാക്കുക. സമയം കിട്ടുകയാണെങ്കിൽ സൂറത്തും കൂടി ഓതാം എന്നുള്ളതാണ്. കാരണം വജ്ജഹത്ത് ഓതി പിന്നെ ഫാത്തിഹ ഓതിയിട്ട് സമയം കിട്ടുകയാണെങ്കിൽ സൂറത്ത് ഓതാം, സമയം കിട്ടിയില്ലെങ്കിൽ ഒഴിവാക്കാം. നേരെ മറിച്ച് നമ്മൾ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് വജ്ജഹത്ത് ഒഴിവാക്കി നോക്കാം. അങ്ങനെ ഫാത്തിഹ ഓതി പിന്നെ സൂറത്ത് ഓതി പിന്നെയും സമയം ബാക്കിയുണ്ട്, വജ്ജഹത്ത് ഓതാൻ പറ്റില്ല. അപ്പോൾ വജ്ജഹത്ത് ആദ്യമേ ഓതേണ്ടതായതുകൊണ്ട് ആദ്യം
സൂറത്ത് കിട്ടും എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ആ വജ്ഹത്ത് ഓതൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. വജ്ഹത്തിൻ്റെ ആ ഒരു ദുആ ഉൽ ഇഫ്തിതാഹിൻ്റെ സീഗ, ദുആ ഉൽ ഇഫ്തിതാഹ് എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ തുടക്കം വജ്ഹത്ത് ആയതുകൊണ്ട് നമ്മൾ വജ്ഹത്ത് എന്ന് പറയുന്നു. ഏതായാലും വജ്ഹത്തു വജിഹ ഇല്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എന്താണ് അർത്ഥം? വജ്ഹത്തു വജിഹ, അല്ലാഹുവേ എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. മുഖം തിരിക്കുക എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ശരീരത്തെ മൊത്തം തിരിച്ചിരിക്കുന്നു. ലില്ലതി ഒരുത്തനിലേക്ക്, അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു എൻ്റെ മുഖം. നിസ്കരിക്കാനുള്ള നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ശരീരം അള്ളാഹുവിലേക്കാണ് നമ്മൾ മുഖം തിരിച്ചിരിക്കുന്നത്. അപ്പം ലില്ലതി ഒരുത്തനിലേക്ക്, എങ്ങനത്തെ അള്ളാഹു? ഫത്ര സമാവാതി വൽ അല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്നാണ്, ഞാൻ മുന്നിട്ടിരിക്കുന്നു. ഹനീഫൻ, ഹനീഫൻ എന്ന് പറഞ്ഞാൽ നേരായ വഴിയിൽ എന്നർത്ഥം. മറ്റു മതങ്ങളിൽ നിന്നൊക്കെ മാറി സത്യമതത്തിൽ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ നേരായ മതത്തിൽ ഹനീഫൻ, മുസ്ലിമൻ, മുസ്ലിമായിട്ട്. വമാ അനമിൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. വമാ അനമിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടതല്ല. ഇന്ന സ്വലാത്തി ഉനുസ്കി, എൻ്റെ നിസ്കാരവും വനുസുക്കി, എൻ്റെ സൽക്കർമ്മങ്ങളും മഹ്യായ, എൻ്റെ ജീവിതം, മമാത്തി, എൻ്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അള്ളാഹുവിനെ പങ്കാളികൾ ഇല്ല. വബിദാലിക ഉമിർതു, അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടതും. എന്തേ? അള്ളാഹുവിന് പങ്കാളികളില്ല എന്ന് വിശ്വസിക്കണം, പിന്നെ നിസ്കരിക്കണം. അതുപോലെ തന്നെ എൻ്റെ സൽക്രമങ്ങൾ അതെല്ലാം അള്ളാഹുവിനാകുന്നു. വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്നു. നേരത്തെ വമാ അന മിനൽ മുശ്രിക്കീൻ എന്നാണ്, മുശ്രിക്കീങ്ങൾ ഞാൻ പെട്ടതല്ല എന്നാണ്. വ അന മിനൽ മുസ്ലിമീൻ എന്നാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എങ്കിൽ പോലും ഓരോ നിസ്കാരത്തിലും നമ്മളെ ഈ വജ്ഹത്ത് ഓതുന്ന അടിയിൽ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരർത്ഥത്തിലും മുശ്രിക്കീങ്ങളിൽ പെട്ടതല്ല എന്നാണ്. മുശ്രിക്കീങ്ങളുമായി ബന്ധമുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യൂല. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ എപ്പോഴും മുസ്ലിമീങ്ങളിൽ പെട്ടതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഈ കോൺഫിഡൻസ് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വജ്ഹത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിസ്കാരത്തിൽ ഓതുന്നത്. അത് പ്രത്യേകം സുന്നത്തായത്. ഫർദ് നിസ്കാരത്തിന് മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ഹത്ത് ഓതൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മാത്രം ഇമാമായിട്ട്, എന്ന് പറഞ്ഞാൽ വേറെ പുറത്തുനിന്നാരും വരില്ല, കുറച്ച് ആളുകൾ, ഒരു 8-10 ആൾക്കാരുണ്ട് എന്നും പള്ളിയിൽ വരുന്ന കുറച്ച് ആൾക്കാർ, അവർക്ക് പ്രശ്നമില്ല. എത്ര ദീർഘിപ്പിച്ചാലും, ഖിറാഅത്ത് എത്ര ദീർഘിപ്പിച്ചാലും എന്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്കാരം എത്ര ദീർഘിപ്പിച്ചാലും കുഴപ്പമില്ലാത്ത കുറച്ച് ആളുകൾ, അവരിലേക്ക് ഇപ്പോൾ അങ്ങാടിയിലെ പള്ളിയിലൊന്നും പറ്റില്ല. കാരണം അങ്ങാടി പള്ളിയിലേക്ക് പല ആളുകളും വരും, പല തിരക്കുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇമാം എന്ത് ചെയ്യണം, പെട്ടെന്ന് നിസ്കരിച്ച് തീർത്ത് കൊടുക്കണം. കാരണം മഅ്മൂമിങ്ങൾ പലരും തിരക്കുകളുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, അവർ പോട്ടെ. നേരെ മറിച്ച് ഒരു കുഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ്, അവിടെ ഒരു ഇമാം 10 ആളുകളുണ്ട്, അവർക്ക് ആർക്കും കുഴപ്പമില്ല, എത്ര നീട്ടി നിസ്കരിച്ചാലും അവർക്കൊക്കെ സംതൃപ്തമാണ്. അങ്ങനത്തെ ഇമാമും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ വജ്ഹത്തുവിന് പുറമെ അവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ദിക്ർ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. അല്ലാഹുവേ, മശ്രിഖ് മഗ്രിബ്, ഈസ്റ്റ് വെസ്റ്റ്, എന്നാൽ കിഴക്ക് പടിഞ്ഞാറ്, ആ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിൽ ഇത്രയും വിദൂരമാക്കിയ അല്ലാഹുവേ, എൻ്റെയും എൻ്റെ തെറ്റുകൾക്കിടയും വിദൂരമാക്കണമേ. എന്നാൽ തെറ്റിലേക്ക് അടുപ്പിക്കാതെ തെറ്റ് എന്നിൽ നിന്ന് വിദൂരത്താക്കണമേ. അല്ലാഹുമ്മ നഖീനി മിൻ ഖതായായ, എൻ്റെ തെറ്റുകളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ അല്ലാഹുവേ. കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്, ഒരു വെള്ള വസ്ത്രം അതിങ്ങനെ കേകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചളിയൊക്കെ ഇങ്ങനെ പോകുന്നത് പോലെ എൻ്റെ ശരീരത്തിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള തെറ്റുകളെല്ലാം അതെല്ലാം നീ നീക്കം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തെറ്റുകളിൽ നിന്ന് എന്നെ കുളിപ്പിക്കണമേ, എന്നെ കഴുകിക്കളയണമേ. കമാ യുഗ്സൽ സൗബു, വസ്ത്രം കഴുകിക്കളയുന്നത് പോലെ, ബിൽ മായി, വെള്ളം കൊണ്ടും, വസൽജി, സെൽജി എന്നാൽ മഞ്ഞ് കൊണ്ടും, വൽ ബർദി, ഐസ് കൊണ്ടും മഞ്ഞു കൊണ്ടുമൊക്കെ വസ്ത്രത്തിലെ ചളി കളയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലെയും എൻ്റെ തെറ്റുകളിലെയും ഒക്കെ ചളികളൊക്കെ നീ കളഞ്ഞു തരണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനക്ക് ഈ ദിക്ർ കൂടി എന്ത് ചെയ്യുന്നത്, ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാകുന്നു. നേരെ മറിച്ച് ഈ ഇമാം, കാരണം ടൗൺ പള്ളികളിലൊക്കെ ഇമാമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴിയോരങ്ങളിലെ പള്ളിയാണ്, ആരും വരാം, അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം എന്ത് ചെയ്യാം, ദീർഘിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഏതായാലും പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ്
തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് അങ്ങനെ വജ്ജഹത്ത് ഓതണം എന്ന് പറഞ്ഞു. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും വജ്ജഹത്ത് ഓതണം എന്നൊക്കെ പറഞ്ഞു. ജനാസ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തില്ല, മറ്റെല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. അതിനുശേഷം ഫതഅവ്വുദ്, അതേപോലെ തന്നെ മറ്റൊരു സുന്നത്തുള്ളതാണ് അഊദ് ഓത. അഊദ് ഓത എന്നുള്ളതാണ്. അത് എല്ലാ നിസ്കാരത്തിലും, ഫർദ് നിസ്കാരത്തിലാവട്ടെ, സുന്നത്ത് നിസ്കാരത്തിലാവട്ടെ, ജനാസ നിസ്കാരത്തിലാണെങ്കിൽ പോലും എന്നാൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മിൻ്റെ മുമ്പ് അഊദ് ഓതുക എന്നുള്ളതാണ്. പക്ഷേ അഊദ് ഓതേണ്ടത് മെല്ലെയാണ് ഓതേണ്ടത്. ജഹരിയായ നിസ്കാരത്തിലാണെങ്കിൽ പോലും, ജഹരിയ എന്നാൽ ഉറക്കെ ഓതേണ്ട നിസ്കാരത്തിലാണെങ്കിൽ പോലും, ഇശാ മഗ്രിബ് പോലത്തെ ഉറക്കെ ഓതേണ്ട നിസ്കാരത്തിലാണെങ്കിൽ പോലും അഊദ് പതുക്കെയാണ്, മെല്ലെയാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. എല്ലാ റക്അത്തിലും ഒന്നാമത്തെ റക്അത്തിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് സുന്നത്തുള്ളത് എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്താണ് അഊദ് ഓതൽ. എല്ലാ റക്അത്തിലും ഓതൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഫാത്തിഹയിലെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ വഖഫ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ ഓരോ ആയത്തുകളും വഖഫ് ചെയ്ത് ഉച്ചരിക്കലാണ്. അങ്ങനെ ഓതലാണ് ഏറ്റവും അഫ്ദൽ സുന്നത്തുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം എന്ത് ചെയ്യാം, സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ തറാവീലൊക്കെ കാണാം പല ഇമാമാരും 2-3 ആയത്തുകളൊക്കെ കൂട്ടി ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇങ്ങനെയൊക്കെ കൂട്ടി ഓതുന്നതാണ്. കുഴപ്പമില്ല, ശരിയാവുന്നതാണ്. എങ്കിൽ പോലും ഏറ്റവും അഫ്ദലായത് ഓരോ ആയത്തുകളും വഖഫ് ചെയ്ത് പറയലാകുന്നു ഏറ്റവും അഫ്ദല്. അതേപോലെ അതിൽ അൻഅംത അലൈഹിം എന്നുള്ളിടത്ത് വഖഫ് ചെയ്യാതിരിക്കലാണ് അഫ്ദൽ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ, അവിടെ വലദ്ദാല്ലീൻ വരേക്കും ഒരു ആയത്താണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ വരേക്കും ഒറ്റ ആയത്തായതുകൊണ്ട് അവിടെ ഇടയിൽ വഖഫ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ പോലും അയാൾ അൻഅംത അലൈഹിം എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുക, ഗൈറുൽ മഗ്ലൂബി അലൈഹിം എന്നുള്ളിടത്ത് വഖഫ് ചെയ്യാതിരിക്കുക. കാരണം ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളത് ഒറ്റ ഇതാണ്. അത് നമ്മൾ ഫാത്തിഹൻ്റെ തഫ്സീറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ അത് രണ്ടും ഒന്നാക്കിയിട്ട് എന്നാണ്. അഥവാ ശ്വാസം കിട്ടുന്നില്ലെങ്കിലും ഏറ്റവും അഫ്ദൽ ആയത്ത് മുഴുവനായിട്ടും മറ്റു ശ്വാസത്തിൽ ഓതനാണ്. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ പോലും ഏറ്റവും നല്ലത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തുക. എന്നിട്ട് ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളത് എന്ത് ചെയ്യാം ഓതുക. ഇനി ഒരാൾ എന്ത് ചെയ്യുന്നത് നിർത്തി നിൽക്കാം. ഇവിടെയൊക്കെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നിർത്തിയാൽ പിന്നെ ആയത്തിന് തുടക്കം തന്നെ ഓതണം എന്നില്ല, ബാക്കി ഓതിയാലും മതി എന്നുള്ളതാണ്. അപ്പോൾ 2 സുന്നത്തുകൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് ദുആഉൽ ഇഫ്തിതാഹ്, പിന്നെ അഊദ് ഓതുക എന്നുള്ളത്. അടുത്തത് ആമീൻ പറയാം. ആമീൻ എന്ന് പറയാം. ആമീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നുള്ള ഹംസ, പിന്നെ മീൻ ഷദ്ദില്ലാതെയാണ്. ആമീൻ എന്നല്ല, ആമീൻ എന്നുള്ളതാണ്. ഇനി ആമീൻ എന്ന് മാത്രമല്ല, ആമീൻ പിന്നെ റബ്ബിൽ ആലമീൻ എന്നെന്ത്, അല്ലെങ്കിൽ റബ്ബൽ ആലമീൻ എന്നും കൂടി കൂട്ടിക്കൊടുക്കൽ എന്താണ് പ്രത്യേകം സുന്നത്തുണ്ട്, റബ്ബൽ ആലമീൻ എന്ന്. അപ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ആമീൻ എന്ന് പറയാം. അതിൽ എന്ത് ചെയ്യുന്നത്, ഉറക്കെ ഓതേണ്ട നിസ്കാരങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഗ്രിബ് ഇശാ പോലത്താണ് മഅ്മൂമിനും ഇമാമ് ആമീൻ പറയുന്നതിനോട് കൂടെ മഅ്മൂമിനും എന്ത് ചെയ്യുന്നത് ആമീൻ പറയലേ സുന്നത്താകുന്നു. അപ്പോൾ ഇമാമിൻ്റെ ആമീൻ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഇമാം ആമീൻ പറയുന്നതിനോടുകൂടെ മഅ്മൂമിനും ആമീൻ പറയൽ സുന്നത്താകുന്നു. കാരണം ഹദീസിൽ തന്നെ ഇങ്ങനെ കാണാം, ഇതാ അദ്ദനൽ ഇമാമോ ഇതാ അമ്മനൽ ഇമാമോ, ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ ഫ അമ്മിനുവോ നിങ്ങളും ആമീൻ പറയണം. ഫ ഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു, ഒരാളുടെ ആമീൻ എന്ത് ചെയ്ത് യോജിച്ചു വന്നു, തഅ്മീനൽ മലായിക മലക്കുകളുടെ എന്ത് ചെയ്ത് ആമീനോട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന് മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ ചെറു ദോഷങ്ങളൊക്കെ പൊറുക്കുമെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഇമാം ആമീൻ പറയുന്നതോടുകൂടെ തന്നെ ആരും മഅ്മൂമീങ്ങളും എന്താകും ആമീൻ പറയേണ്ടതാകുന്നു. കാരണം ഇമാം ആമീൻ പറയുന്നതോട് കൂടെയാണ് മലക്കുകൾ ആമീൻ പറയുക. ആ മലക്കുകളുടെ ആമീനോട് നമ്മൾ സമമായി കഴിഞ്ഞാൽ മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കും എന്ന് ഹദീസിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇമാമിനോട് ഒപ്പം വരേണ്ട ഒരു റുക്കിന് അല്ലെങ്കിൽ ഒരു കാര്യം ഈ ആമീൻ മാത്രമേ ഉള്ളൂ. ഇമാം ആമീൻ പറയുമ്പോൾ ഒപ്പം പറയേണ്ട, ബാക്കിയൊക്കെ ഇമാമിന് ശേഷമാണ് മഅ്മൂം ഉണ്ടാവുക. ഇമാം തക്ബീർ കെട്ടിയതിന് ശേഷമാണ് മഅ്മൂം തക്ബീർ ഇട്ടുക. ഇമാം റുക്കുവിലേക്ക് പോയതിന് ശേഷമാണ് മഅ്മൂം റുക്കുവിലേക്ക് പോവുക. എങ്കിൽ നിസ്കാരത്തിൽ ഇമാം മഅ്മൂം ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഈ ആമീൻ പറയൽ മാത്രമാകുന്നു എന്നുള്ളതാണ്.
ഇനി ഇമാം ആമീൻ പറഞ്ഞു. ഇമാം ആമീൻ പറഞ്ഞത് ഒപ്പം തന്നെ പറയാൻ എനിക്ക് കഴിഞ്ഞില്ല, അവനപ്പം തന്നെ മറന്നു അല്ലെങ്കിൽ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷം എനിക്ക് ആമീൻ പറയാവുന്നതാണ്, എന്നാലും അതിൻ്റെ കൂലി കിട്ടുന്നതാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ആമീൻ എന്നുള്ളതാണ്. അവിടെ ആമീൻ അവിടെ നീട്ടാനില്ല ശരിക്ക്, ആമീൻ അവിടെ നീട്ടാനുള്ള ശരിക്ക്. ഏതാണ് ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്മു ഫിയലാണ്. അറബി ഭാഷയിൽ ഇസ്മു ഫിയൽ എന്ന് പറയും. ഇസ്മു ഫിയൽ ഹർഫ് അങ്ങനെ കുറേ ഉണ്ട്, അതിൽപ്പെട്ടതാണ് ഇസ്മു ഫിയൽ എന്ന് പറയും. ആമീൻ അർത്ഥം ഇസ്തജിബ് എന്നാണ്, അള്ളാഹുവേ നീ ഉത്തരം നൽകൂ എന്നാണ് അതിൻ്റെ അർത്ഥം ആമീൻ എന്നുള്ളത്. അപ്പോൾ ആമീന എന്നൊക്കെ ഉണ്ടാവുക ശരിക്കും ആ വാക്ക് ആമീന. പിന്നെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് കൊണ്ട് വഖഫ് ചെയ്യുന്നത് കൊണ്ട് ആമീൻ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നതാണ്. അത് ദുആ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾ, ആമീന ആമീന ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ ആമീൻ എന്ന് പറഞ്ഞു വഖഫ് ചെയ്യാം. ഏതായാലും ആമീൻ എന്നാണ്, ആമീൻ എന്നല്ല എന്നാണ്, മീമിനെ ഷദ്ദില്ല എന്നുള്ളതാണ്. ഇനി ഇമാമിന് സുന്നത്തായ ഒരു കാര്യം പറയാം. ഈ സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞപ്പോൾ അങ്ങനല്ലേ, ഈ മഅ്മൂമ് ഇപ്പോൾ ജഹ്രിയ നിസ്കാരങ്ങളാണെങ്കിൽ മഗ്രിബ് അതുപോലെ തന്നെ ഇശാ സുബ്ഹി പോലത്തെ ജഹ്രിയ നിസ്കാരത്തിലാണെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതിന് ശേഷം മഅ്മൂമിന് സൂറത്ത് ഓതാനുള്ള കുറഞ്ഞ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. കുറഞ്ഞ സമയം ഓൽക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ എന്ത് ചെയ്യാം അനുവദിച്ചു കൊടുക്കണം എന്നാണ്. അവിടെ എന്ത് ചെയ്യുന്നത്, ഇമാമ് ആ സമയത്ത് ദുആ അല്ലെങ്കിൽ ഖിറാഅത്തൊക്കെയുമായി ബന്ധപ്പെടാം. ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുകയോ അല്ലെങ്കിൽ സൂറത്തിൻ്റെ എന്ത് പകുതിയൊക്കെ മെല്ലെ ഓതുക. കാരണം അത്രയും സമയം മഅ്മൂമിന് ഈ ഫാത്തിഹ ഓതാനുള്ള ഒരു സമയം അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി സൂറത്ത് ഓതാണെങ്കിൽ ഇമാം ഓതുമ്പോൾ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ പകുതി വല്ല ഓതിയിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൻ്റെ ഉറക്കെ അതിൻ്റെ ബാക്കി ഓതേണ്ടതാകുന്നു. ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ പകുതി മെല്ലെ ഓതുകയും വേറൊരു സൂറത്തോ അല്ലെങ്കിൽ വേറെ സൂറത്തിൻ്റെ ബാക്കി ഭാഗമോ ഉറക്കെ ഓതുകയും ചെയ്യുന്നത് ശരിയല്ല. ഏറ്റവും നല്ലത് എന്തുതന്നെയാണ്, അവൻ മെല്ലെ ഓതി സൂറത്തിൻ്റെ ബാക്കി തന്നെ എന്താവുക ഉറക്കെ ഓതുക എന്നുള്ളതാണ്. ഇനി നിസ്കാരത്തിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഫാത്തിഹ തക്ബീർ കെട്ടിയ ഉടനെ തന്നെ വജ്ജഹ് തോന്നണം നമ്മൾ പറഞ്ഞു. അപ്പോൾ തക്ബീർ കെട്ടുകയും വജ്ജഹ് തോന്നുന്നതിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു ചെറിയ സുബ്ഹാനല്ലാഹ് എന്ന ഖദർ ഒരു ചെറിയൊരു സക്ത പറഞ്ഞാൽ ചെറിയൊരു എന്ത് ചെയ്യുന്നത് സൈലൻ്റ് അവിടെ വേണം. അല്ലാഹു അക്ബർ വജ്ജഹത്ത് വജ്ജ് അങ്ങനെ പാടില്ല. ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ഖദർ എന്ത് ചെയ്യണം, അവിടെ ഒരു അല്ലാഹു അക്ബർ വജ്ജഹത്ത് വജ്ഹിൽ ലദീ വജ്ജഹത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സക്ത അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് വേണ്ടി പിന്നെ എന്ത് ചെയ്യാം ഒരു സക്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ എന്ത് ചെയ്യാം സക്ത ഇല്ലാതെ ഫാത്തിഹ മുഴുവൻ ഓതുക. ഫാത്തിഹ മുഴുവൻ ഓതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഒരു സക്ത വലദ്ദാല്ലീൻ ആമീൻ അങ്ങനെയല്ല, വലദ്ദാല്ലീൻ ആമീൻ എന്നുള്ള ചെറിയൊരു സക്ത. ഈ ആമീൻ കഴിഞ്ഞിട്ട് പിന്നെ സൂറത്ത് ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അടുത്ത സൂറത്ത് ഓതലല്ല, ഒരു ചെറിയ സക്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ എന്ത് ചെയ്യുക ഏതെങ്കിലും സൂറത്ത് ഓതുക. ആ സൂറത്ത് കഴിഞ്ഞിട്ടും പിന്നെ എന്ത് ചെയ്യുന്നത്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഒക്കെയാണെങ്കിൽ ലം യകുൻ ലഹു കുഫുവൻ അഹദ് അല്ലാഹു അക്ബർ. അഹദ് എന്ന് പറയുന്നതോട് കൂടെ തന്നെ റുക്കുലേക്ക് പോലെയല്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ് പിന്നെ ഒരു സക്ത സുബ്ഹാനല്ലാഹ് എന്നുള്ള ഖദർ വലം യകുൻ ലഹു കുഫുവൻ അഹദ് അല്ലാഹു അക്ബർ. ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഓരോ ഇതിൻ്റെയും ഇടയിൽ ഒരു സുബ്ഹാനല്ലാഹയുടെ ഖദറെങ്കിലും നമ്മളിങ്ങനെ എന്ത് ചെയ്യാം സക്ത വേണം എന്നുള്ളതാകുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ, കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നത് സ്പീഡ് പോവുകയാണെങ്കിൽ അതൊരു കോലുണ്ടാവില്ല. സ്പീഡ് നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അവിടെ എങ്കിൽ പോലും ഈ ഒരു സക്ത പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് തക്ബീർ ഇട്ടാണെങ്കിൽ അല്ലാഹു അക്ബർ വജ്ജഹത്ത് വജ്ഹിൽ അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വഅന മിനൽ മുസ്ലിമീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ ഇങ്ങനെയുള്ള വലദ്ദാല്ലീൻ ആമീൻ. പിന്നെ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ പിന്നെ സൂറത്ത് ഏതെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അതിന് വേണ്ടി വലം യകുൻ ലഹു കുഫുവൻ അഹദ് അല്ലാഹു അക്ബർ. ഇങ്ങനെ എന്ത് ചെയ്യുന്നത് കൃത്യമായും ഒരു സ്ട്രക്ചറിലായിരിക്കണം നിസ്കാരം പോവേണ്ടത് എന്നുള്ളതാണ്. ഇനി ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ആയത്ത് ഓതൽ എന്തിന് പ്രത്യേകം സുന്നത്താകുന്നു. അത് ഏറ്റവും മിനിമം 3 ആയത്തെങ്കിലും ഓതാനാണ് സുന്നത്തുള്ളത്. ഇനി അങ്ങനെ സൂറത്ത് ഓതാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഓതൽ എന്താണ് പ്രത്യേകം സുന്നത്താകുന്നു. നമ്മൾ പറഞ്ഞു മഹാന ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായപ്രകാരം എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ആ ബിസ്മി ആ സൂറത്തിൽ പെട്ടതാകുന്നു എന്നുള്ളതാണ്. ഇനി അസ്ല സുന്നത്ത് കിട്ടണമെങ്കിൽ
2 റക്അത്തിനും ഒരേ സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതിൻ്റെ കൂലി കിട്ടും. സൂറത്ത് ഓതുക എന്നുള്ള മിനിമം കൂലി ഉണ്ടല്ലോ, ആ കൂലി കിട്ടണമെങ്കിൽ 2 റക്അത്തിൽ ഒരേ സൂറത്ത് ഓതി. 1-ാമത്തെ റക്അത്തിൽ ഓന് സൂറത്തുൽ ഇഖ്ലാസ് ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ്. 2-ാമത്തെ സൂറത്തിലും ഓന തന്നെ ഓതുന്നു, വേറെ സൂറത്തൊന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഓൻ എന്ത് ചെയ്തു, വേറെ സൂറത്തൊക്കെ വലുതല്ലേ, ചെറിയ സൂറത്തിനൊക്കെ ഓൻ അത് ഓതി. അങ്ങനെ ഓതിയാലും എന്താവും, ആ ഒരു മിനിമം കൂലി സൂറത്ത് ഓതിയതിൻ്റെ അസുര സുന്നത്ത് എന്ന് പറയും, മിനിമം സുന്നത്ത് കിട്ടും എന്നുള്ളതാണ്. ഇനി വേറെ സൂറത്തൊന്നും അവനക്ക് അറിയില്ല നിൽക്കാം, അങ്ങനെയാണെങ്കിൽ അവനക്ക് ഫാത്തിഹ തന്നെ 2 വട്ടം ഓതാം. ഒരെണ്ണം ഫാത്തിഹ നിർബന്ധമായത് ഓതാ, 2-ാമത്തെ ഫാത്തിഹ സൂറത്ത് നിലക്ക് സുന്നത്ത് നിൽക്കുന്നുള്ള ഫാത്തിഹ അവൻ ഓതാവുന്നതാണ്. അതേമാതിരി എന്തോ ഇനി ഒരു സൂറത്തും അറിയില്ല അല്ലെങ്കിൽ സമയമില്ല നിൽക്കാം എങ്കിൽ ഫാത്തിഹ ഓതിന് ശേഷം വെറും ബിസ്മി എന്നുള്ള ആയത്തെങ്കിലും ഓതുക. വലദ്ദാലീൻ ആമീൻ ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ. അപ്പോൾ ബിസ്മി എന്നൊരു ആയത്തെങ്കിലും അവന് ഓതണം. പക്ഷേ ബിസ്മി ഓതുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഫാത്തിഹൻ്റെ തുടക്കത്തിലുള്ള ബിസ്മി എന്ന അർത്ഥത്തിലല്ല ഓതുന്നത്. എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിലോ ബിസ്മി ഉണ്ടാവുമല്ലോ, ആ ഒരു ബിസ്മി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഖുർആനിലെ ഒരു ആയത്താണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, ആ ഒരു ആയത്ത് എന്ന രീതിയിൽ അവൻ ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ബിസ്മി എന്ന രീതിയിലാകുമ്പോൾ പിന്നെ ആ സൂറത്ത് ഓതിയ കൂലി കിട്ടൂല. ഇനി ഒരു സൂറത്ത് മുഴുവനായി ഓതലാകുന്നു, വേറെ ഏതെങ്കിലും സൂറത്തിലെ ഏതാനും ചില ആയത്തുകൾ 4 പേജോ 3 പേജോ ഓതുന്നതിനേക്കാളും നല്ലത് ഒരു സൂറത്ത് ചെറിയ സൂറത്ത് പരിപൂർണമായി ഓതലാകുന്നു. അപ്പോൾ മഗ്രിബ് ഇശാ സുബ്ഹി പോലത്തെ നിസ്കാരങ്ങളിൽ ചെറുതൊരു സൂറത്ത് പരിപൂർണമായിട്ട് ഓതലാകുന്നു, വലിയ സൂറത്തിൻ്റെ ഏതാനും ചില ആയത്ത് ഓതുന്നതിനേക്കാളും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നേരെ മറിച്ച് തറാവീഹ് പോലെ ചിലപ്പോൾ നെസ് വന്നിട്ടുണ്ടാകും, എങ്ങനെ അതിൽ ഇങ്ങനെ വലിയ സൂറത്ത് ഓതാണെന്ന്. തറാവീഹ് പോലെ നിസ്കാരങ്ങളിൽ ഇപ്പോൾ തറാവീഹിലൊക്കെ പോലെ ഖത്ം തീർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു പേജോ അല്ലെങ്കിൽ 1/2 പേജോ ഓതും, അടുത്ത റക്അത്തിൽ അടുത്ത് ഓതും, ബാക്കി അങ്ങനെ ഓതും, അത് ഖത്ം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെയൊക്കെ നിസ്കാരങ്ങളിലൊക്കെ ഏതാനും ചില ശകലങ്ങൾ ഓതുന്നതിനേക്കാളും നല്ലത് സൂറത്ത് മുഴുവനായിട്ടും ഓതലാകുന്നു എന്നുള്ളതാണ്. ഇനി വളരെ അത്യാവശ്യമില്ലാത്ത സമയത്തൊക്കെ ഈ സൂറത്ത് ഒഴിവാക്കൽ എന്താണ്, കറാഹത്താകുന്നു. സൂറത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. കാരണം ഈ സൂറത്ത് ഓതൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ചില മദ്ഹബുകളൊക്കെ ഉണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ വാജിബാണ് അവരെ മദ്ഹബ് പ്രകാരം. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് വാജിബാക്കിയ ആളുകളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി സൂറത്ത് ഓതൽ മുഅക്കദായ സുന്നത്താണ്, അതുകൊണ്ട് അത് ഒഴിവാക്കൽ കറാഹത്താകുന്നു, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി ഫാത്തിഹ സൂറത്ത് നമ്മൾ പറഞ്ഞു, ഫാത്തിഹ ഓതിന് ശേഷമാണ് സൂറത്ത് ഓതുന്നതെന്നാണ്. ഫാത്തിഹന് മുമ്പിൽ ഒരാൾ സൂറത്ത് ഓതിയാൽ ആ സൂറത്ത് പരിഗണിക്കുന്നതല്ല, ആ സുന്നത്തിന് കൂലിയൂട്ടുന്നതല്ല. ഇനി ഒരാൾക്ക് ഫാത്തിഹ കൃത്യമായിട്ട് അറിയാം, ഫാത്തിഹ കൃത്യമായിട്ട് ഓതാൻ നമുക്ക് കഴിയും, പക്ഷെ വല്ലാത്ത ബാക്കിയുള്ള സൂറത്തുകൾക്ക് ഓതിയ കുറേ പിഴവുകളും തെറ്റൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ വേറെ സൂറത്തുകൾ ഓതേണ്ട ആവശ്യമില്ല, ഫാത്തിഹനെ ഓതിയാൽ മതി എന്നുള്ളതാണ്. കാരണം വേറെ സൂറത്തുകൾ ഓതിയാൽ എന്ത് ചെയ്യുന്നത്, അവൻ ഖുർആൻ അല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിൽ അവൻ എന്ത് ചെയ്യുന്നത് തിരുത്തലുകൾ വരുത്തുകയാണ്. അങ്ങനെ വെറുതെ തിരുത്തലുകൾ വരുത്തേണ്ട ആവശ്യമില്ല. അറിയില്ലെങ്കിൽ പിന്നെ ഓതാൻ നിൽക്കണ്ട, ഒന്നെങ്കിലും പഠിക്കാം, സൂറത്തുകളൊക്കെ ചെറിയ സൂറത്തുകളൊക്കെ പഠിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഫാത്തിഹ മാത്രം ഓതിയിട്ട് നിർത്തുക, അല്ലെങ്കിൽ രണ്ടാമതും നമ്മൾ പറഞ്ഞ പോലെ ഫാത്തിഹ മാത്രം ഓതുക, സൂറത്തുകൾ ഓതേണ്ട ആവശ്യമില്ല എന്നതാണ്. ഏതായാലും സൂറത്ത് ഓതൽ എപ്പോഴാണ് സുന്നത്തുള്ളത്? ആദ്യത്തെ 2 റക്അത്തിലാണ് സൂറത്ത് ഓതൽ സുന്നത്തുള്ളത്. അതേപോലെ നേരെ മറിച്ച് മസ്ബൂക്കിന് അത് സുന്നത്തില്ല. മസ്ബൂക്കിന് അത് സുന്നത്തുണ്ടാവുകയല്ല. കാരണം മസ്ബൂക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, അവന് എന്ത് ചെയ്യുന്നത്, സൂറത്ത് ഓതിയാൽ ഇപ്പോൾ ഫാത്തിഹ ഓതി, ആ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടൻ ഇമാം റുക്കുവിലേക്ക് പോയാൽ ആ ഇമാമിനൂടെ റുക്കുവിലേക്ക് പോകേണ്ടതാണ്. അത് ഫാത്തിഹ പൂർത്തിയായിട്ടില്ല നിൽക്കുക, അങ്ങനെയാണെങ്കിലും അവനക്ക് എന്ത് ചെയ്താൽ പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ 3-ാമത്തെ റക്അത്തിലാണ് ഒരു മസ്ബൂക്ക്. ളുഹർ നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിലെ 3-ാമത്തെ റക്അത്തിലാണ് ഒരാൾ ഇമാമിനോട് ചേർന്നത്. അപ്പോൾ ഓനക്ക് 3-ാമത്തെ റക്അത്ത് കിട്ടി, 4-ാമത്തെ റക്അത്തും കിട്ടി. ഓനക്ക് അവൻ്റെ 1-ാമത്തെ 2-ാമത്തെ റക്അത്ത് അവൻ ഇമാമിനോട് കൂടെയായിരുന്നു. ഇനി അവനക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കി മസ്ബൂക്ക് ഇമാം സലാം വീട്ടിന് ശേഷം നിസ്കരിക്കാനുള്ളത് 3-ാമത്തെയും 4-ാമത്തെയും റക്അത്താണ്. ഇവൻക്ക് 1-ാമത്തെയും 2-ാമത്തെയും റക്അത്തിൽ ഇവൻക്ക് സൂറത്ത് കിട്ടിയിട്ടില്ല. കാരണം ഇമാമിൻ്റെ 3-ാമത്തെയും 4-ാമത്തെ റക്അത്ത് ആയതുകൊണ്ട് ഇമാം ഫാത്തിഹ ഓതിയാൽ അപ്പോൾ തന്നെ റുക്കുവിലേക്ക് പോകും. അപ്പോൾ ഇവൻക്ക് സൂറത്ത് ഓതാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇവൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇവൻക്ക് വേണമെങ്കിൽ 3-ാമത്തെയും 4-ാമത്തെയും എന്ന് പറഞ്ഞാൽ ഇവൻക്ക് ഒറ്റ നിസ്കരിക്കുന്ന ഇമാം സലാം വീട്ടിന് ശേഷം നിസ്കരിക്കുന്ന 3-ാമത്തെയും 4-ാമത്തെ റക്അത്തിൽ വേണമെങ്കിൽ സൂറത്ത് ഓതാവുന്നതാണ്. കാരണം ഇവൻ്റെ 1-ാമത്തെയും 2-ാമത്തെ റക്അത്തിൽ എന്ത് കിട്ടിയിട്ടില്ല, ഇവൻക്ക് സൂറത്ത് ഓതാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.
ഇനി സൂറത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത്തെ റക്അത്തിലെ സൂറത്ത് അത് ഒന്ന് വലുതാക്കാനും രണ്ടാമത്തെ റക്അത്തിലെ സൂറത്ത് ഒന്ന് ചെറുതാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിലെ സൂറത്ത് വലിയ സൂറത്തും രണ്ടാമത്തത് അതിനേക്കാളും ചെറുതാണ്. എന്നാൽ ചിലപ്പോൾ എന്തിനത് ചില ഇത് വന്നിട്ടുണ്ടാകും, ചില നിസ്കാരങ്ങളിൽ ഇന്ന സൂറത്ത് ഓതണം, ഒന്നാമത്തെ റക്അത്തിൽ ഇന്ന സൂറത്ത് ഓതണം, രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന സൂറത്ത് ഓതണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഓതുക. അതിൽ പിന്നെ ചെറുതും വലുതും നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ നോക്കേണ്ട, അതൊന്നും ആവശ്യമില്ല. ഉദാഹരണം പറയാം, ജുമാക്ക് സബ്യസ്മയും അതേപോലെ ഹൽ അത്താക്ക് ഓതേണ്ടത്. സബ്യസ്മിനേക്കാളും ഒന്നുകൂടി വലുതാണ് ഹൽ അത്താക്ക. അപ്പോൾ ഒന്നാമത്തെ സൂറത്തിനേക്കാളും വലുതാണ് രണ്ടാമത്തെ സൂറത്ത്, അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ജുമയിലെ ഒന്നാമത്തെ റക്അത്തിൽ സബ്യസ്മയും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അത്താക്കയും ഓതണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തിനത് അത് അതേപോലെ തന്നെ ഓതാം. അല്ലാതെ നമ്മൾ എന്തിനത് സെലക്ട് ചെയ്യുന്ന സൂറത്തുകളാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ കുറച്ച് വലിയ സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ കുറച്ച് ചെറിയ സൂറത്തും സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇതിൽ തെർത്തീബ് ഖുർആൻ്റെ തെർത്തീബ്, അതേമാതിരി ഖുർആൻ്റെ തവാലി തവാലിയത്തുണ്ടല്ലോ, അത് പരിഗണിക്കൽ ഏറ്റവും സുന്നത്താണ്. ഉദാഹരണത്തിന് പറയാം, വള്ളുഹ ഓതുക, അതിന് ശേഷം വരുന്ന സൂറത്തുകൾ ഏതെങ്കിലും ഓതുക. ഖുൽ ഹുവല്ലാഹു ഓതിയാൽ പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ റബ്ബിൽ ഫലഖ് ഓതുക. അതിന് ശേഷം വരുന്ന സൂറത്താണ് അതിന് മുമ്പത്തെ ഓതുന്നതിനേക്കാൾ നല്ലത്. അതാണ് തെർത്തീബ്. മുവാലാത്ത് അല്ലെങ്കിൽ എന്ത് തവാലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൂറത്ത് ഓതിയ തൊട്ടുടനെ ഉള്ള അടുത്ത സൂറത്ത് ഓതലാണ് ഏറ്റവും നല്ലത്. വള്ളുഹ ഓതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അപ്പുറത്ത് രണ്ടാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഓതലാണ് ഏറ്റവും നല്ലത്. ഇദാ ജാ ഓതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് അപ്പുറത്ത് പിന്നെ തബ്ബത്ത് ഓതലാകുന്നു, അല്ലെങ്കിൽ തബ്ബത്ത് ഓതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അടുത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതലാകുന്നു. എന്നാൽ ഇവിടെ പിന്നെ എന്ത് ചെയ്യുന്നത്, ഒരാൾക്ക് ഒന്നാമത്തെ വലിയ സൂറത്തും രണ്ടാമത്തെ ചെറിയ സൂറത്തും അതേപോലെ തന്നെ ഒന്നാമത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സൂറത്ത്, ഇത് രണ്ടും തമ്മിൽ എതിരായി. ഉദാഹരണത്തിന് പറയാം, ഒരാൾ ഒന്നാമത്തെ റക്അത്തിൽ എന്ത് ചെയ്തു, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. അങ്ങനെ എന്ത് ചെയ്തു, ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതണോ? എന്നാൽ തെർത്തീബ് അനുസരിച്ച് തവാലി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഓതേണ്ടത്, ഖുൽ അഊദു റബ്ബിൽ ഫലഖാണ്. പക്ഷേ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയതുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിൽ എന്താണ് കുറച്ചുകൂടി ചെറുത് ഓതണം, അതിനേക്കാളും ചെറുത്. അപ്പോൾ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് അതിനെക്കാളും വലുതാണല്ലോ. അപ്പോൾ ചെറുത് നിലക്ക് ഇന്ന ആയത്തിനാക്ക ഓതണം. ഖുൽ ഹുവല്ലാഹുവിനേക്കാളും ചെറുതാണ് ഇന്ന ആയത്തിനാക്ക. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ റക്അത്തിൽ വലുതും രണ്ടാമത്തെ റക്അത്തിൽ ചെറുതും ആക്കണം. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഓന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ ഓന് ഇന്ന ആയത്തിനാക്ക ഓതണോ, കാരണം ചെറുതാണല്ലോ. നേരെ മറിച്ച് ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതണോ, കാരണം ഖുർആൻ ഓർഡർ അനുസരിച്ച് ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ആണല്ലോ. ഇത് രണ്ട് അഭിപ്രായ വ്യത്യാസം. മീൻസ് ഏതാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് അവൻ ഓതേണ്ടത് എന്നുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഓൻ എന്ത് ചെയ്യണം, ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതട്ടെ, കാരണം തെർത്തീബും തവാലിയൊക്കെ നോക്കുമ്പോൾ അതാണല്ലോ. വലിപ്പം പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം, വലിപ്പം ചെറുപ്പമൊക്കെ. പക്ഷേ ഖുർആൻ ഓർഡർ അനുസരിച്ച് അവൻ എന്ത് ചെയ്യുക, ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതട്ടെ എന്നുള്ളതാണ്. രണ്ടും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് ഏതാണ്, ഈ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതലാകുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഏതായാലും പോട്ടെ, അതൊക്കെ എന്ത് ചെയ്യാൻ വളരെ നിഗൂഢമായ ചർച്ചകളാണ്. ഏതായാലും സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മളെ പറഞ്ഞു. അതിൽ തന്നെ എന്ത് ചെയ്യുന്നത് ഏതാനും ചില സൂറത്തുകൾ പറഞ്ഞു. ഇനി വിശദമായിട്ട് ഓരോ നിസ്കാരത്തിലും ഓതേണ്ട സൂറത്തുകൾ അതൊക്കെ എന്നൊക്കെ വിശദമായിട്ടുണ്ട്. പ്രധാനമായും നമ്മളെ എന്ത് ചെയ്യുന്നത് മഗ്രിബിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെറിയ സൂറത്തുകൾ ഓതുകയും ഇശാ അതേപോലെ തന്നെ സുബഹിയിലൊക്കെ വലിയ സൂറത്ത് ഓതാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സൂറത്ത് ഓതൽ പറഞ്ഞു. സൂറത്ത് ഓതൽ സുന്നത്തുള്ളത് മുൻഫരിദായവരാക്കാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാക്കും, അതേപോലെ ഇമാമിനും. എന്നാൽ ഇമാമിൻ്റെ ഖിറാത്ത് കേൾക്കുന്ന മഅ്മൂമിന്, ഞാൻ പറയാം മഗ്രിബ് ഇശാ സുബഹി പോലെ നിസ്കാരത്തിന് ഇമാമിൻ്റെ ഖിറാത്ത് കേൾക്കുന്ന മഅ്മൂമ്, അങ്ങനത്തെ മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്തില്ല. കാരണം ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് ഇവൻ എന്ത് ചെയ്യാം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതലോട് കഴിഞ്ഞ ശേഷം പിന്നെ ഇമാമ് സൂറത്ത് ഓതാണെങ്കിൽ ആ സൂറത്ത് കേട്ടാൽ മതി, ഇവന് പിന്നെ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല. ഇമാമിൻ്റെ ഖിറാത്ത് കേൾക്കാത്ത, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ളുഹ്ർ അസ്ർ നിസ്കാരങ്ങളിൽ ഇമാമ് ഖിറാത്ത് ഓതുന്നു കേൾക്കില്ലോ, അങ്ങനെയെങ്കിൽ ഇവനക്കും സൂറത്ത് ഓതൽ സുന്നത്തിൻ്റെ. വജ്ജത്ത് ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നത് ഓതലാകുന്നു. അതേപോലെ ഇശാ അല്ലെങ്കിൽ സുബഹി മഗ്രിബൊക്കെ തന്നെയാണ് ജഹ്രിയ നിസ്കാരം തന്നെയാണ്. പക്ഷെ ഇപ്പം കുറേ ബാക്കിലാണ്, അവർക്ക് സൗണ്ട് കേൾക്കുന്നില്ല ഇമാമിൻ്റെ, അല്ലെങ്കിൽ ഇമാമിൻ്റെ ശബ്ദം എന്തോ കേൾക്കുന്നുണ്ട്, കൃത്യമായി എന്താവില്ല മനസ്സിലാവണില്ല എന്നൊക്കെ, ഏതാ ഖിറാത്ത് എന്താണെന്ന് മനസ്സിലാവണില്ല, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലൊക്കെ എനിക്ക് സൂറത്ത് ഓതാവുന്നതാണ്, അതും സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി ഇമാമ് ഫാത്തിഹ ഓതിയതിന് ശേഷമാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്. ഒന്നെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹ മുഴുവനായിട്ടും കഴിഞ്ഞിട്ട് ഓതുക, അല്ലെങ്കിൽ ഇമാം ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. എന്തായാലും ഇമാമിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഇമാമിന് മുമ്പോ നമ്മൾ ഫാത്തിഹ ഓതിയാൽ അത് കറാഹത്താകുന്നു എന്നുള്ളതാണ്. അതിന്
ളുഹർ അസർ പോലത്തെ നിസ്കാരങ്ങളിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ ശരിയായ നിസ്കാരങ്ങളിൽ ഉറക്കമില്ലാത്ത നിസ്കാരങ്ങളിലാണെങ്കിൽ പോലും ഇമാമിന് ഫാത്തിഹയ്ക്ക് ശേഷം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എങ്ങനെ നോക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമാം തക്ബീർ കെട്ടിയ ശേഷം നമ്മൾ തക്ബീർ ഇട്ട എന്നിട്ട് ഇമാം ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടാകും, കുറച്ചൊക്കെ ആയിട്ടുണ്ടാകും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ഫാത്തിഹ ഓതുക. നേരെ മറിച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യാം, ഫാത്തിഹ ഓതി ഇമാം ചിലപ്പോൾ അത്ര ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇമാമെ ചിലപ്പോൾ വല്ലവല്ലെങ്കിൽ ഓതി ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് മുമ്പ് നമ്മൾ ഫാത്തിഹ കഴിഞ്ഞാൽ അത് കറാഹത്തായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് ഇമാം ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ വരേക്കും നമ്മൾ കാത്തിരിക്കുന്നത് നല്ലതാകുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് നമ്മൾ പറയുന്നത് ഇനി ഇപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, മഅ്മൂം എന്ന് പറഞ്ഞാൽ ഇമാം നിസ്കരിക്കുന്ന കൂടെ നമ്മൾ മഅ്മൂമായി നിൽക്കുമ്പോൾ മഅ്മൂമിൻ്റെ ഖിറാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇമാം ചിലപ്പോൾ മെല്ലെ ഓതുണ്ടാവുള്ളൂ, ഖിറാത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അത്തഹിയാത്തൊക്കെ ഇമാമിൻ്റെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളത് കഴിഞ്ഞിട്ടുണ്ടാവും, ഇമാമിൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിക്കുകയും അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് വല്ല ദുആയോ അല്ലെങ്കിൽ ഖിറാഅത്തോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജോലിയാവൽ നല്ലതാണ്. അപ്പോൾ ഖിറാഅത്ത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ളുഹറിനൊക്കെ ഇമാമ് ഫാത്തിഹ സൂറത്തും ഇതൊക്കെ ഓതുന്നുണ്ട്, നമ്മൾ ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയപ്പോഴും സമയം ബാക്കിയുണ്ട് നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഖിറാഅത്ത് ഓതുകയോ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വല്ല ദുആയൊക്കെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് നിസ്കാരത്തിൽ. ഇനി ഓരോ നിസ്കാരത്തിനും ഓരോ സമയത്തുള്ള നിസ്കാരത്തിൻ്റെ എന്ത് ചെയ്യുന്നത് സൂറത്തുകൾ ഏതാണ് പറയുന്നത്. ജുമാ നിസ്കാരത്തിലും അതേപോലെ ജുമാൻ്റെ അന്നത്തെ ഇഷായിൽ എന്ന് പറഞ്ഞാൽ തലേന്ന് ഇഷായിൽ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി ഇഷായിലും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓതൽ പ്രത്യേക സുന്നത്തിലാണ് സൂറത്തുൽ ജുമാ, അതേപോലെ സൂറത്തുൽ മുനാഫിഖൂൻ, അതേപോലെ എന്ത് ചെയ്യാം സബ്ബിസ്മ, അതേപോലെ തന്നെ ഹല്ലത്താക്ക, അതേപോലെ തന്നെ സുബഹീൻ്റെ എന്ന് പറഞ്ഞാൽ ജുമാൻ്റെ നിസ്കാരത്തിന് എന്ത് ചെയ്യാം, സുബഹിയിൽ അവിടെ എന്ത് ചെയ്യാം പ്രത്യേകം ഓതൽ സുന്നത്തുൽ നിസ്കാരമാണ് അലിഫ് ലാം മീം തൻസീൽ. അലിഫ് ലാം മീം എന്നാൽ എന്ത് ചെയ്യാം തൻസീൽ കിതാബ് സജദ സൂറത്ത് എന്ന് പറയും. അതേപോലെ ഹൽ അത്ത അൽ ഇൻസാനി ഹീനു മിനദ് ദഹർ എന്ന് പറഞ്ഞ സൂറത്തു ദഹർ എന്ന് പറയുന്ന ആ സൂറത്ത്. അതേപോലെ ജുമാൻ്റെ അന്ന് മഗ്രിബ് എന്ന് പറഞ്ഞാൽ ജുമാൻ്റെ തലേന്ന് മഗ്രിബ് വ്യാഴാഴ്ച മഗ്രിബിന് എന്ത് ചെയ്യാം ഓതൻ്റെ സുന്നത്താണ് കാഫിറൂൻ, അതേപോലെ തന്നെ ഇഖ്ലാസ് ഓതൽ. ഇനി കാഫിറൂനും അതേപോലെ തന്നെ ഇഖ്ലാസും, ഒന്നാം തറക്കത്തിൽ കാഫിറൂനും രണ്ടാം തരത്തിൽ ഇഖ്ലാസും. ഇത് പല സുന്നത്ത് നിസ്കാരത്തിലും പലപ്പോഴും ഉള്ളതാണ്. സുബഹിൻ്റെ നിസ്കാരത്തിലും യാത്രയുടെ നിസ്കാരത്തിന്, പിന്നെ മഗ്രിബിൻ്റെ നമ്മൾ പറഞ്ഞു, പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ തവാഫിൻ്റെ നിസ്കാരം, തഹയ്യത്ത്, ഇസ്തിഖാറത്ത്, ഇഹ്റാം ചെയ്താൽ നിസ്കരിക്കുന്ന നിസ്കാരം, ഇവിടെയൊക്കെ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ അധികവും ഏതന്നെയാണ് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ആകുന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു മുഅയ്യനായ സൂറത്തുകൾ, ഇപ്പോൾ എന്ത് ചെയ്യാം ജുമാൻ്റെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം സുന്നത്തുകളൊക്കെ പറഞ്ഞ് ഒരാൾ മുഅയ്യനായ സൂറത്തുകൾ ഒന്നാമത്തെ സൂറത്ത് വിട്ടു. ഇപ്പോൾ സുബൈൻ്റെ എന്ത് ചെയ്ത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ സുബൈൻ്റെ സുന്നത്തിൽ എന്ത് ചെയ്തു ഹോനെ ഒന്നാമത്തെ റക്കഅത്തിൽ കുല്യായിൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ മറന്നു. രണ്ടാമത്തെ റക്കഅത്തിൽ എനിക്ക് ഓർമ്മ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൂറത്തും രണ്ടാമത്തെ റക്കഅത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഒന്നാമത്തെ റക്കഅത്തിൽ ഓതുന്ന സൂറത്താണ് അവനക്ക് ഓർമ്മയില്ല, പക്ഷേ രണ്ടാമത്തെ റക്കഅത്തായപ്പോൾ അവനക്ക് ഓർമ്മ. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവനക്ക് എന്ത് ചെയ്യുക, ആ രണ്ട് സൂറത്തും ആ സമയത്ത് കൊണ്ടുവരാവുന്നതാണ്, രണ്ടാമത്തെ റക്കഅത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി ഇപ്പോൾ വ്യാഴാഴ്ച രാത്രി ഇഷായിനൊക്കെ ഓനെ ഇഷായിനിങ്ങനെ ഇമാമക്കാൽ ഇഷായിന് ഒറ്റ നിസ്കരിക്കാം, അവനോട് എന്ത് ചെയ്യാം സൂറത്തൊന്നും വല്ലുഹ വല്ല ഇതാസിദ്ദ ഇങ്ങനെ ഓതുമ്പോൾ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഓർമ്മ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവിൽ ഓതേണ്ട സൂറത്ത് സബ്ബീസ്മയാണെന്ന് ഓർക്ക് ഓർമ്മ വന്നാൽ ഓതേണ്ട സൂറത്ത് അവൻ മുറിച്ച് അവൻ ഓതേണ്ടതാണ്. ഈ മുഅയ്യനായ ഈ സൂറത്ത് സബ്ബീസ്മ അവൻ ഓതേണ്ടതാകുന്നു എന്നുള്ളതാണ്. ഇനി ഏറ്റവും സമയം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യുക, അപ്പോൾ ജുമ നിസ്കരിക്കുന്ന സമയം അല്ലെങ്കിൽ ഇഷ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാനുള്ള സമയം, വെള്ളിയാഴ്ച സുബഹി നിസ്കരിക്കാം, അവൻ എണീക്കാൻ വൈകി ലാസ്റ്റ് കുറഞ്ഞ സമയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ എന്ത് ചെയ്യാം സബ്ബിസ്മയും അല്ലത്താക്ക് ഓതിയിട്ട് വിശാലമായി നിസ്കരിക്കേണ്ട, പെട്ടെന്ന് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അവന് വേണ്ടത്. ഇനി അവൻ ഏതൊക്കെ നിസ്കാരങ്ങളാണ് അവൻ ഉറക്കെ ഓതേണ്ടത് നമ്മൾ പറഞ്ഞു. എന്ത് ചെയ്യുന്നത് മഅ്മൂമിനല്ലാത്തവർക്കാണ് ഉറക്കെ ഓതേണ്ടത്. ഇമാമിന് അതേപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനെ ഉറക്കെ ഓതാ. സുബഹി നിസ്കാരത്തിലും അതേപോലെ ഇശാ നിസ്കാരത്തിൻ്റെയും അതേപോലെ മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ 2 റക്അത്തിലും പിന്നെ ജുമുഅ നിസ്കാരത്തിലും അതേപോലെ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അവൻ ഖളാ കൂട്ടുന്ന നിസ്കാരം. ളുഹർ നിസ്കാരം അവൻ ഖളാ കൂട്ടുന്നത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും സുബഹിയുടെയും ഇടയിലാണ് നിൽക്കുക. മഗ്രിബിൻ്റെയും സുബഹിയുടെയും ഇടയിലാണ് എങ്കിൽ
അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെയും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിൽ രാത്രി സമയത്താണ് ഖളാ കൂട്ടുന്നൊക്കെ അങ്ങനെയെങ്കിലും ഉറക്കെ എന്ത് ചെയ്തു ഓതൽ സുന്നത്താണ്. അപ്പോൾ എന്തിനത് ഒരാൾക്ക് ദുഹ്ർ നിസ്കാരം അല്ലെങ്കിൽ അസർ നിസ്കാരം ഖളാ ആയിട്ടുണ്ടാവും. ഖളാ വീട്ടിന് എപ്പോഴാണ് രാത്രിയാണൊക്കെ രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ഉറക്കെ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും പെരുന്നാൾ നിസ്കാരം പകലാണ് നിസ്കരിക്കുക എന്നുണ്ടെങ്കിലും അവിടെ ഉറക്കെ ഓതൽ സുന്നത്താണ്. തറാവി നിസ്കാരം വിത്തർ റമദാനിലെ വിത്തർ കാരണം വിത്തർ എന്താണ് ജമാഅത്തായി നിസ്കരിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെയും ഉറക്കെ ഓതൽ എന്താണ് സുന്നത്താണ്. അതേമാതിരി ഹുസൂഫുൽ ഖമർ ചന്ദ്രഗ്രഹണ നിസ്കാരം അത് രാത്രി ഉണ്ടാവാം. ചന്ദ്രഗ്രഹണം രാത്രി ഉണ്ടാവാം. അപ്പോൾ ആ ചന്ദ്രഗ്രഹണ നിസ്കാരം രാത്രിയാണ്. അതുകൊണ്ട് രാത്രി ചന്ദ്രഗ്രഹണ നിസ്കാരം ഉറക്കെയാണ് ഓതേണ്ടത് എന്നതാണ്. എന്നാൽ സൂര്യഗ്രഹണ നിസ്കാരം പകലായിരിക്കും ഉറക്കെ ഓതേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഉറക്കെ ഓതുന്നത് കൊണ്ട് അപ്പുറത്ത് നിസ്കരിക്കുന്നവനോ അപ്പുറത്ത് ഉറങ്ങുന്നവനോ ശല്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കെ ഓതാൻ പാടില്ല, ഉറക്കെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അപ്പുറത്തൊരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ ഉറക്കെ ഓതാനോ അല്ലെങ്കിൽ ഉറക്കെ നിസ്കരിക്കാനോ പാടില്ല. മാത്രം ഒരു പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അപ്പുറത്ത് ഖുർആൻ ഓതുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിയാൽ ഉറക്കെ ഖുർആൻ ഓതിയാൽ നിസ്കരിക്കുന്നവർക്ക് അത് എന്തെങ്കിലും വസ്വാസം ഉണ്ടാക്കുന്ന അവനക്ക് ശല്യമാകുന്ന രീതിയിൽ നമ്മൾ ഉറക്കെ ഓതാൻ പാടില്ല. കാരണം പള്ളി ഉണ്ടാക്കിയത് പള്ളി വഖഫ് ചെയ്തത് നിസ്കരിക്കുന്നവർക്കാണ്. പള്ളിയുടെ പ്രധാന ഉദ്ദേശം നിസ്കരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡറി ഉദ്ദേശമാണ്, രണ്ടാമത്തെ ഉദ്ദേശമാണ് എന്ത് ചെയ്തത് ഖുർആൻ ഓതുക ഇത്തികാഫിരിക്കുക എന്നുള്ളതൊക്കെ. ഒന്നാമത്തെ ലക്ഷ്യം പള്ളി ഉണ്ടാക്കിയതിന് ഒന്നാമത്തെ ലക്ഷ്യം എന്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കുന്നവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം അവർ നിസ്കരിക്കുമ്പോൾ അവരുടെ നിസ്കാരത്തിന് തടസ്സമാകുന്ന രീതിയിൽ അപ്പുറത്ത് ഖിറാഅത്ത് ഓതാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി രാത്രി കാലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന എന്നാൽ നവാഫിൽ നാഫില മുത്തലക്ക എന്ന് പറയും. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യുന്നത് അങ്ങനെ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം പ്രത്യേകിച്ച് കാരണമില്ല. രാത്രി സമയങ്ങൾ 12 ശേഷം 1 മണിക്ക് ശേഷം 2 മണിക്ക് ശേഷം ഒക്കെ വെറുതെ നിന്നിങ്ങനെ നിസ്കരിക്കുക. ആ മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽ ജഹറിൻ്റെയും സിറിൻ്റെയും ഇടയിലാണ് അവൻ എന്ത് ചെയ്യുന്നത് ഓതേണ്ടത്. എന്നാൽ പറ്റ ഉറക്കം ഓതേണ്ട ആവശ്യമില്ല, പറ്റ വലിയല്ല, ഏതാനും ചെറിയ രീതിയിലുള്ള ഒരു ശബ്ദത്തോടു കൂടെ ഇങ്ങനെ ഓതുക. ആ ഓത്തുന്നാണ് അവൻ്റെ ഖിറാഅത്തും അവൻ്റെ നിസ്കാരവും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം ആ സമയത്ത് സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ഓതലാകുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞത് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ്, അതേപോലെ വജ്ഹത്ത് ഓതൽ, പിന്നെ അഊദ് ഓതുക, പിന്നെ ഏതാനും ചില ഫാത്തിഹയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു, പിന്നെ ആമീൻ, പിന്നെ സൂറത്തുകൾ ഓതുക, പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സൂറത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.